ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ ആരാണ് എന്ന്. കണ്ണാടിയിൽ കാണുന്ന രൂപമാണോ, അതോ നമ്മുടെ ചിന്തകളാണോ നമ്മൾ? ബൈബിൾ വളരെ വ്യക്തമായി നമ്മളെക്കുറിച്ച് ഒരു ചിത്രം നൽകുന്നുണ്ട്. നമ്മൾ വെറും ഒരു ശരീരമല്ല, നമുക്കൊരു ആത്മാവും മനസ്സുമുണ്ട്. 1 തെസ്സലോനിക്ക 5:23 പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആ വ്യക്തതയെ ഒന്ന് ശ്രദ്ധിക്കുക. സമാധാനത്തിൻ്റെ ദൈവം നമ്മളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും ആയിരിക്കാൻ ഇടയാകട്ടെ. ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നു: ആത്മാവ്, ജീവൻ അഥവാ മനസ്സ്, ശരീരം. ഇത് 3 ചേർന്നതാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും നമ്മൾ ശരീരത്തിനും മനസ്സിനും കൊടുക്കുന്ന പ്രാധാന്യം ആത്മാവിന് കൊടുക്കുന്നില്ല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 3 കാര്യങ്ങളും, ഈ ഭാഗങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും എങ്ങനെ ആത്മാവിൻ്റെ ശക്തിയിൽ ജീവിക്കാം എന്നുമാണ്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും. നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ദൈവത്തോട് ഒരു വാഗ്ദാനം നൽകാൻ നിങ്ങൾ തയ്യാറാണോ? കർത്താവെ, എൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: കർത്താവെ, ഞാൻ അങ്ങയുടേതാണ്. നിങ്ങളുടെ ഈ ചെറിയ വരികൾ ദൈവത്തിന് നൽകുന്ന പൂർണ്ണമായ സമർപ്പണം ആയി മാറട്ടെ. ആദ്യം നമുക്ക് ശരീരത്തെക്കുറിച്ച് സംസാരിക്കാം. ശരീരമെന്നത് നമ്മുടെ ഭൗതിക വസ്ത്രമാണ്. ഭൂമിയിൽ ജീവിക്കാനും മറ്റുള്ളവരുമായി ഇടപഴകാനും ദൈവം നൽകിയ ഉപാധിയാണ് ഇത്. പലരും കരുതുന്നത് ശരീരം പാപമാണ് എന്നാണ്. ബൈബിളിൽ ജഡം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ശരീരത്തെയും ചിലപ്പോൾ പാപ സ്വഭാവത്തെയും കുറിക്കുന്നു. എന്നാൽ ഓർക്കുക, ശരീരം പാപമല്ല. വചനം പറയുന്നത് നോക്കൂ: നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് അതിനെ വെറുക്കരുത്, അതിനെ വിശുദ്ധമായി സൂക്ഷിക്കണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, തൊലി, ഇതെല്ലാം വഴി നമ്മൾ ലോകത്തെ അറിയുന്നു. എന്നാൽ ലോകത്തിൻ്റെ സ്വാധീനം നമ്മെ ഭരിക്കാൻ പാടില്ല. ശരീരമൊരു നല്ല ഭൃത്യനാണ്, പക്ഷേ അതൊരു മോശം യജമാനനാണ്. രണ്ടാമതായി നമ്മുടെ മനസ്സ് അഥവാ പ്രാണൻ. ഇവിടെയാണ് നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, തീരുമാനങ്ങൾ എന്നിവ നടക്കുന്നത്. നമ്മുടെ വ്യക്തിത്വം ഇരിക്കുന്നത് ഇവിടെയാണ്. ശരീരം ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ മനസ്സ് നമ്മുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അതൊരു വികാരമല്ല, അത് തീരുമാനമാണ്. സങ്കീർത്തനം 42:5 പറയുന്നു: സങ്കീർത്തകൻ സ്വന്തം മനസ്സിനോട് ചോദിക്കുന്നു, എൻ്റെ ആത്മാവെ, നീ എന്തിനെ വിഷാദിക്കുന്നു? എന്തിന് നെടുവേർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഇവിടെ ആത്മാവ് മനസ്സിനോട് സംസാരിക്കുകയാണ്. വികാരങ്ങൾ മാറും. ചിലപ്പോൾ സന്തോഷം തോന്നും, ചിലപ്പോൾ സങ്കടം തോന്നും. പക്ഷേ മനസ്സെപ്പോഴും ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കണം. മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ആത്മാവ്. ഇതാണ് നമ്മുടെ യഥാർത്ഥ സത്ത. ദൈവം ആത്മാവാണ്. ദൈവവുമായി ബന്ധപ്പെടാൻ നമുക്ക് ആത്മാവ് ആവശ്യമാണ്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവാണ് വീണ്ടും ജനിക്കുന്നത്. അത്ഭുതകരമായ ഒരു വചനമുണ്ട്: കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏക ആത്മാവായി തീരുന്നു. ഇതിനർത്ഥം പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവുമായി ഒന്നായി തീരുന്നു എന്നാണ്. 2 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ നിറച്ചാൽ അത് തിരിച്ചറിയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതുപോലെ നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ഒന്നായി തീർന്നിരിക്കുന്നു. നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയല്ല, മറിച്ച്
നമ്മൾ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കിയാൽ പ്രാർത്ഥന ഒരു പോരാട്ടമാകില്ല, അതൊരു വിശ്രമമാകും. ഇനി നമുക്ക് പ്രായോഗികമായി ചിന്തിക്കാം. എങ്ങനെയാണ് ആത്മാവിൽ ജീവിക്കുന്നത്? പലരും ജീവിക്കുന്നത് പുറത്തുനിന്ന് അകത്തേക്കാണ്. പുറത്ത് നല്ലത് നടന്നാൽ സന്തോഷം, മോശം നടന്നാൽ സങ്കടം. സാഹചര്യങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്നു. എന്നാൽ ആത്മാവിൽ ജീവിക്കുന്നവർ അകത്തുനിന്ന് പുറത്തേക്കാണ് ജീവിക്കുന്നത്. ഉള്ളിലുള്ള ദൈവ സാന്നിധ്യം പുറത്തുള്ള സാഹചര്യങ്ങളെ മാറ്റുന്നു. 1 യോഹന്നാൻ 4:4 പറയുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഉള്ളിൽ സമാധാനമുണ്ട്, സ്നേഹമുണ്ട്, ശക്തിയുണ്ട്. കാരണം ദൈവം അവിടെയുണ്ട്. പുറത്ത് കൊടുങ്കാറ്റാണെങ്കിലും ഉള്ളിൽ ശാന്തമായിരിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതാണ് ആത്മീയ പക്വത. വികാരങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അടിമപ്പെടാതെ ദൈവവചനത്തിന് അനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥ. നമ്മൾ പലപ്പോഴും പുറമേ നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ തിരിക്കുന്നു. എനിക്ക് പണമില്ല, എനിക്ക് രോഗമാണ്, എനിക്ക് പ്രശ്നങ്ങളാണ്. എന്നാൽ ഇതൊക്കെ സത്യമാണ്. പക്ഷേ അതിലും വലിയൊരു സത്യമുണ്ട്. ആത്മാവിൽ നിങ്ങൾ സമ്പന്നരാണ്. ആത്മാവിൽ നിങ്ങൾ സൗഖ്യമുള്ളവനാണ്. ആത്മാവിൽ നിങ്ങൾ ജയിച്ചവനാണ്. ഈ ആത്മീയ സത്യം ഭൗതിക ലോകത്തേക്ക് കൊണ്ടുവരുന്നതാണ് നിന്റെ വിശ്വാസം. വചനം പറയുന്നു, ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് നമ്മുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരമാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. കാണുന്ന പ്രശ്നങ്ങളെയല്ല, കാണാത്ത ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആത്മാവ് മനസ്സിനെയും ശരീരത്തെയും ഭരിക്കാൻ തുടങ്ങും. സഹോദരങ്ങളെ, നിങ്ങൾ വെറുമൊരു മനുഷ്യനല്ല, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന വ്യക്തിയാണ്. ഇന്നു മുതൽ വികാരങ്ങൾക്ക് അനുസരിച്ചല്ല, സത്യത്തിന് അനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനിക്കുക. ദൈവം നിങ്ങളോടൊപ്പമല്ല, ദൈവം നിങ്ങളുടെ ഉള്ളിലാണ്. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. നമ്മുടെ ഉള്ളിലുള്ള ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും എന്നുള്ള ഉറപ്പും ഈ വചനങ്ങളിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നിങ്ങളിൽ മേലും നിങ്ങളുടെ കുടുംബത്തിന്മേലും നിങ്ങളുടെ മക്കളുടെ മേലും നിങ്ങളുടെ മക്കളുടെ ഭാവിയിന്മേലും ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം നമുക്ക് തുടങ്ങാം. ദൈവം നിങ്ങളുടെ കൂടെയല്ല, നിങ്ങളുടെ ഉള്ളിലാണ് എന്നുള്ള ആ വലിയ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവിൻ്റെ നിറവിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പാതയിൽ നടന്നുകൊണ്ട് ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.